നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാന ബജറ്റിന് മുൻപ് ധനവകുപ്പിൽ ശുദ്ധികലശം നടത്തണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോൺഗ്രസ് അനുകൂല സംഘടനയ്ക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെയാണ് സതീശന്റെ ഇടിവെട്ട് നീക്കം. 10 വർഷത്തെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം UDF തയ്യാറാക്കിയത് AI സഹായത്തോടെയാണ് എന്നും ഇത് ഗുരുതരമായ പ്രശ്നമാണെന്നുമാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് ആരോപിച്ചത്. ധനവകുപ്പിലെ രഹസ്യരേഖകളടക്കം AI പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് വിശകലനം ചെയ്തിട്ടുള്ളത്. 195 പേജ് വരുന്ന രേഖ ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കിയപ്പോൾ തന്നെ അത്ഭുതം തോന്നിയിരുന്നു. 2 AI ടൂളുകൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത്. റിപ്പോർട്ടിന്റെ ഗണ്യമായ ഭാഗം AI ജനറേറ്റഡ് ആണെന്നും തോമസ് ഐസക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ധനവകുപ്പിലെ രഹസ്യരേഖകൾ ചോർന്നു എന്ന മുൻ ധനമന്ത്രിയുടെ പ്രസ്താവന പുറത്തുവന്നതോടെ മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലായി. AI ഉപയോഗിക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷേ പ്രശ്നം രഹസ്യരേഖകളെല്ലാം പബ്ലിക് ഡൊമൈനിലേക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി കാര്യത്തിൽ വിശദീകരണം നടത്തണമെന്നും തോമസ് ഐസക് പറഞ്ഞു. രഹസ്യരേഖകൾ വിശകലനം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും കേന്ദ്ര ധനകാര്യ വകുപ്പും കേരള സർക്കാരും ഇതിന് വിലക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ലംഘനമടക്കം നടന്നു. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ധവളപത്രത്തിൽ വന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കേരളത്തിലെ വികസന ചെലവ് മറ്റ് സംസ്ഥാനങ്ങളുടെ പകുതിയേക്കാൾ കുറവായി കാണിക്കുന്നു. ഇതെങ്ങനെ വരുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പോഴാണ് മനസ്സിലായത്. AI-ലെ റിസർവ് ബാങ്ക് ഡേറ്റയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പണമൊന്നും RBI ഡേറ്റയിൽ ഉൾപ്പെട്ടിട്ടില്ല. അതിന്റെ ഫലമായി മൊത്തം കണക്കുകളും മാറി. ഇതൊരു ഉദാഹരണമാണെന്ന് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. ഇതുപോലെ പലതരത്തിലുള്ള അബദ്ധങ്ങളും വസ്തുതാവിരുദ്ധമായ വിവരങ്ങളുമാണ് ധവളപത്രമെന്നും ഐസക് കൂട്ടിച്ചേർത്തു. ഐസക് പറഞ്ഞത് പൂർണ്ണമായി തെറ്റാണ് എന്ന് പറയാനാവില്ലെന്നാണ് ധനവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇക്കാര്യം ചോർന്നത് ധനവകുപ്പിൽ നിന്നു തന്നെയാണ് എന്ന് സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ചതിക്കില്ല എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ചു. ചില കണക്കുകൾ വിവിധ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടെ കൃത്യമായി വിലയിരുത്തിയത് ഉദ്യോഗസ്ഥർക്കറിയാം. അതാണ് ഐസക്കിലൂടെ പുറത്തു വന്നത്. 2011-ൽ KM മാണി ധനമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ആദ്യ ബജറ്റിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം മംഗളം പത്രത്തിന് ചോർത്തിയതും ധനവകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് ആരോപണമുണ്ടായിരുന്നു. ബജറ്റിലും ഇവർ ഇതേ കളി തുടർന്നാൽ താൻ വെള്ളത്തിലാകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മനസ്സിലാക്കി. മാധ്യമങ്ങൾക്കുമേൽ നിയന്ത്രണവും ഉദ്യോഗസ്ഥർക്ക് വിലക്കും ഏർപ്പെടുത്തിയെങ്കിലും രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിലും സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഔദ്യോഗിക രഹസ്യങ്ങൾ യഥേഷ്ടം പുറത്തേക്ക് പോയിരുന്നു. ഇതിൽ പൊറുതിമുട്ടിയാണ് ഒടുവിൽ ലോകബാങ്കിൽ നിന്നുള്ള കത്ത് ചോർന്നതിന്റെ പേരിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിന് നിർദ്ദേശം നൽകിയതാകട്ടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസും. അതിനാൽ സെക്രട്ടേറിയറ്റിൽ നിന്നും വിവരം ചോർന്നത് ഒരു പുതിയ സംഭവമല്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കെ സർക്കാരിനെതിരായ പല വിവരങ്ങളും സെക്രട്ടേറിയറ്റിൽ നിന്നും ചോർന്നിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലം പകുതിയായപ്പോൾ തുടങ്ങിയ സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്ക് അവസാനം വരെ തുടർന്നു. സെക്രട്ടേറിയറ്റിനുള്ളിൽ നിന്ന് ആരെങ്കിലും ശുപാർശ ചെയ്തതല്ലാതെ അക്രഡിറ്റേഷൻ സൗകര്യമുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ആവശ്യപ്പെട്ടാൽ രഹസ്യരേഖയായതിനാൽ നൽകാൻ കഴിയില്ലെന്നാണ് പുതിയ മറുപടി. ചില വിവരാവകാശ അപേക്ഷകൾക്ക് ആ മറുപടി പോലും ലഭിക്കില്ല. നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പോലും 30 ദിവസം വരെ കാത്ത ശേഷമാണ് സർക്കാർ ലഭ്യമാകുന്നത്. ഇത്രത്തോളം കടുത്ത വിലക്കുകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടും രേഖകളടക്കം നിർബന്ധം പുറത്തേക്ക് പോകുന്നതിൽ കടുത്ത അതൃപ്തിയാണ് സർക്കാരിനുണ്ടായിരിക്കുന്നത്. പുറത്തേക്ക് പോകാതിരിക്കാനായി അവസാന നിമിഷം വരെ സർക്കാർ ശ്രമിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും ഒടുവിൽ വെളിപ്പെടുത്തേണ്ടി വന്നു. സർക്കാർ തീരുമാനങ്ങളിലെ മെല്ലെപ്പോക്കിനെ പരസ്യമായി വിമർശിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ CH ഹാരിസിനെതിരായ അന്വേഷണ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും പുറത്തു വന്നില്ല. എന്നാൽ ഡോക്ടർക്കെതിരായ റിപ്പോർട്ടിലെ പരാമർശം മാത്രം മന്ത്രി വീണ ജോർജ് പരസ്യപ്പെടുത്തി. ബാക്കി വിവരങ്ങൾ മുഴുവൻ മാധ്യമങ്ങൾ പുറത്തെത്തിച്ചു. മാധ്യമങ്ങൾക്ക് വാർത്ത കൈമാറുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലോകബാങ്ക് രേഖ ചോർന്നതിൽ രഹസ്യാന്വേഷണം പ്രഖ്യാപിച്ചത്. പിന്നാലെ ആ രേഖയും ചോർന്നു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. ഇതും വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. എന്നിട്ടും റിപ്പോർട്ട് മാധ്യമങ്ങൾ പുറത്തെത്തിച്ചു. പിണറായി സർക്കാർ കൽത്തുറങ്കിലടച്ച വിവരങ്ങൾ പുറത്തെത്തിയതിൽ സർക്കാരും മുഖ്യമന്ത്രിയും കടുത്ത നിരാശയിലായിരുന്നു. ഇത് അടുത്ത സമയത്തെ ചോർച്ചകൾ എന്നാൽ പണ്ടും ഇതെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി നിലനിൽക്കുന്ന കേസുകളുടെ രഹസ്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചോർത്തുന്നതായി
സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. തമിഴ്നാട് പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് വിവരം ചോർത്തുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് എന്നായിരുന്നു ആരോപണം. കേസിൽ കേരളം തോൽക്കാൻ കാരണം ഇതാണ് എന്നും ഇന്റലിജൻസ് ADGP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇയാൾക്ക് ഫയലുകൾ പരിശോധിക്കുന്നതിനും രഹസ്യങ്ങൾ ചോർത്തുന്നതിനും മിനിറ്റുകൾ മാത്രം മതി. വിവരങ്ങൾ ചോർത്താൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നിരിക്കാമെന്നാണ് നിഗമനം. പറമ്പിക്കുളം ആളിയാർ കേസിൽ സംസ്ഥാനം തയ്യാറാക്കിയ റിപ്പോർട്ട് ചോർത്താൻ അടുത്തിടെ ഇയാൾ ശ്രമിച്ചിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥനെന്ന വ്യാജേനയായിരുന്നു ഇത്. ഇതോടെയാണ് ഇന്റലിജൻസ് ഇയാളെ പിന്തുടർന്ന ഫോൺ നമ്പർ പരിശോധിച്ച് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെടുന്നതായി കണ്ടെത്തിയത്. സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തമിഴ്നാട്ടിൽ ഉല്ലാസയാത്രയും പാരിതോഷികവും നൽകുന്നുണ്ട്. 2 മന്ത്രിമാർ നടത്തിയ തമിഴ്നാട് യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകിയതും ഇയാളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആഭ്യന്തര വകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറി നൽകിയ പാസ് ഉപയോഗിച്ചാണ് ഇയാൾ സെക്രട്ടേറിയറ്റ് സന്ദർശനം നടത്തിയത് എന്നും കണ്ടെത്തി. കുറെ വർഷമായി ഇയാൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. PAP കരാർ പ്രകാരം കേരളത്തിൽ അവകാശപ്പെട്ട വെള്ളം കിട്ടാതെ വന്നതോടെ സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചെങ്കിലും വൈകിപ്പിക്കുകയായിരുന്നു. മലയാളിയായ തമിഴ്നാട് സർക്കാർ ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് നദീജല കേസുകളിലെ വിവരങ്ങൾ ചോർത്തുന്നുവെന്ന റിപ്പോർട്ടിൽ അന്വേഷണം നടത്തുമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥരുമായി മന്ത്രിമാരുമായി ബന്ധം, 2 മന്ത്രിമാർക്ക് യാത്രാ സൗകര്യം ചെയ്തുവെങ്കിൽ അതിന്റെ സാഹചര്യം എന്നിവയും പരിശോധിക്കുമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. തമിഴ്നാട്ടിലെ മലയാളി ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിൽ നിരന്തരം കയറിയിറങ്ങുന്നതിന്റെ ഉദ്ദേശം എന്ത് എന്ന വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി ചിറ്റമഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തമിഴ്നാട് ഉദ്യോഗസ്ഥനാണ് സെക്രട്ടേറിയറ്റ് സ്ഥിരമായി വരുന്നതെന്ന് സ്ഥിരീകരിച്ച മന്ത്രി, പക്ഷേ ഇതിന്റെ പേരിൽ തമിഴ്നാടുമായുള്ള ബന്ധം ശിഥിലമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. അതേസമയം ഒരേ സെക്ഷനിൽ തന്നെ തുടർച്ചയായി വരുന്നതിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന കാര്യം ഇന്റലിജൻസ് വിഭാഗം വിശദമായി പരിശോധിക്കും. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഇതെല്ലാം ആവർത്തിക്കാതിരിക്കാൻ ഭരണാനുകൂല സംഘടന തുടക്കം മുതൽ ശ്രമിച്ചിരുന്നു. കേരളത്തിൽ ഭരണമാറ്റം യാഥാർത്ഥ്യമായതോടെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുൻപേ തന്നെ സെക്രട്ടേറിയറ്റിലും ഭരണസിരാ കേന്ദ്രങ്ങളിലും UDF പിടിമുറുക്കി. 10 വർഷമായി പിണറായി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ജനവിധിക്ക് പിന്നാലെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം മുഴുക്കിയത്. വകുപ്പുകളിൽ വരാനിരിക്കുന്ന മന്ത്രിമാരെ പ്രതിക്കൂട്ടിലാക്കാത്ത വിധം ഫയൽ നീക്കങ്ങളും ഉദ്യോഗസ്ഥ വിന്യാസവും സുഗമമാക്കുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിൽ. എന്നാൽ തിരിച്ചാണ് സംഭവിച്ചത്. ഭരണമാറ്റത്തിന്റെ കാര്യം തിരിച്ചറിഞ്ഞ് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വൻ ചുവടുമാറ്റമാണ് പ്രകടമായത്. മുൻ സർക്കാരിന്റെ വിശ്വസ്തരായിരുന്ന പല ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ UDF കേന്ദ്രങ്ങളുമായി അടുക്കാൻ മത്സരിക്കുകയാണ്. നയപരമായ തീരുമാനങ്ങളിൽ മുൻ സർക്കാരിനെ തുണച്ചവർ പലരും ഇപ്പോൾ മറുകണ്ഠം ചാടുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാണ്. ഇതിന് പിന്നാലെ പോലീസ് സേനയിലും വൻ അഴിച്ചുപണിക്ക് കളം ഒരുങ്ങുകയാണ്. മുൻ സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങിയ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിന്ന് മാറ്റാനുള്ള പട്ടിക ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു.